നമുക്കറിയാം കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായ ഒരു വാർത്തയായിരുന്നു നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമയുടെ വെളിപ്പെടുത്തൽ. അതിന് പിന്നാലെ നമ്മുടെ പത്തനംതിട്ട MP ആന്റണി അത് സമ്മതിക്കുന്നു. എന്താണ്? 2 കോടി രൂപ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കൈപ്പറ്റി. അത് 2 മാസം കഴിഞ്ഞപ്പോൾ തിരികെ കൊടുത്തു എന്നും പറയുന്നു. എന്തായാലും ആ വാർത്തയിൽ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് ഉണ്ട്. എൻ്റെ ഒരു സംശയം അനിൽ നമ്പ്യാർ, അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ എന്ത് തെരഞ്ഞെടുപ്പാലും ചില ചട്ടങ്ങളുണ്ടല്ലോ. എങ്ങനെയാണ് 2 കോടി രൂപയൊക്കെ ഈ തിരഞ്ഞെടുപ്പിനായി ചിലവഴിക്കാൻ സാധിക്കുക? അത് ആന്റണി തന്നെയാണ് പറയേണ്ടത്. അല്ല, എന്തിനു വാങ്ങി ഈ 2 കോടി രൂപ? ആ 2 കോടി ചട്ടലംഘനം കൂടിയാണല്ലോ. തീർച്ചയായും 2 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ എങ്ങനെയാണ്? ബാങ്ക് വഴിയാണോ ഇത് ഇടപാട് നടത്തിയത്, അല്ലാതെയാണോ, ബ്ലാക്കാണോ എന്നൊക്കെ പറയേണ്ടത് ആന്റണിയാണ്. ഇന്നലെ ആന്റണിയുടെ പ്രതികരണത്തിൽ അദ്ദേഹം എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ട്. ഡീലല്ല ഇത്. അതിനേക്കാൾ വലിയൊരു സംശയം കൂടിയുണ്ട്. അതായത് പണം വാങ്ങി തെരഞ്ഞെടുപ്പിനായി ചെലവഴിച്ചു എന്നാണ് പറയുന്നത് ഫിനാൻസ് ഉടമ. പക്ഷെ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹം ഈ 2 കോടി രൂപ തിരിച്ചു കൊടുത്തു. എവിടെ നിന്നാണ് ആ ഇൻകം? ഈ 2 കോടി രൂപ എങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റി? അതുകൊണ്ടാണ് ED ആന്റണിയെ വിളിപ്പിക്കാൻ പോകുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞ ആന്റോയും പെട്ടു. എല്ലാ ആന്റോമാരും കള്ളന്മാരാണ്. പേരിനെ അങ്ങനെ പറയരുത്. EDയുടെ റഡാറിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് റഡാറിൽ ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. വാർത്തയിലേക്ക് പോവാം. തീർച്ചയായും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് എല്ലാവരെയും വിമർശനം മുൻപിൽ കൊണ്ടിട്ടിട്ട് വാർത്തയിലേക്ക് കടക്കും. ശരി, ഓക്കെ. ആന്റോ എന്ന പേരുള്ള ഒരുപാട് നിഷ്കളങ്കരായ മനുഷ്യർ കൂടി ഉണ്ട്. പിന്നെ ഒത്തിരി പേരുണ്ട്. നെടുമ്പറമ്പിൽ നിക്ഷേപ തട്ടിപ്പ് കേസിൽ ആന്റണി എംപിക്കും കുരുക്ക. നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജുവിന്റെ വെളിപ്പെടുത്തലുകളിൽ ED ആന്റണിയുടെ മൊഴിയെടുക്കും. NM രാജുവിനെയും ചോദ്യം ചെയ്യും. നിക്ഷേപകരുടെ 2 കോടി രൂപ ആന്റണിക്ക് കൈമാറിയെന്ന് രാജു വെളിപ്പെടുത്തിയിരുന്ന വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, ആന്റോ പെട്ടല്ലോ. എന്തായാലും ഈ 2 കോടി രൂപ എവിടെ നിന്ന് എപ്പോൾ വാങ്ങി, എങ്ങനെ തിരിച്ചു കൊടുത്തു എന്നതിലടക്കം കൃത്യമായ കണക്കുകൾ നൽകിയേ മതിയാകൂ. ED അത് ചോദിച്ചറിയും. എംപിക്ക് എങ്ങനെയാണ് ഇത് കുരുക്കാകുക? കോൺഗ്രസ് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കും? മിഥുൻ, ഈ നെടുമ്പറമ്പിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു രാജു. ഒപ്പം തന്നെ അതിന് മറുപടി താൻ പണം തിരികെ നൽകിയെന്നുള്ള മറുപടി ആന്റണിയും നൽകി കഴിഞ്ഞു. ഇനി ഇതിൽ അതിൻ്റെ വിശദമായിട്ടുള്ള വിശദാംശങ്ങളിലേക്കാണ് ഇനി 2 പേരും കടക്കേണ്ടത്. പറഞ്ഞു വെച്ച കാര്യങ്ങളെല്ലാം തന്നെ തെളിയിക്കാൻ ഇരുവരും ബാധ്യസ്ഥരാണ്. ED ഈ വിഷയത്തിൽ ഇപ്പോൾ ആന്റണിയുടെ മൊഴിയെടുക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 300 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് ഇത്തരത്തിൽ നെടുമ്പറമ്പിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. അതിൽ 2 കോടി രൂപ, അതായത് നിക്ഷേപകരുടെ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് ഇത്തരത്തിൽ 300 കോടിയോളം രൂപ സമാഹരിച്ചിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ 2 കോടി രൂപ ആന്റണി കൈപ്പറ്റിയിരുന്നു. 2019 തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസിൽ പണം തികയാതെ വന്നപ്പോഴാണ് താൻ അത്തരത്തിൽ പണം ആവശ്യപ്പെട്ടത്. അത് പ്രകാരം 2 കോടി രൂപ എനിക്ക് നൽകിയിരുന്നു. അത് ഞാൻ 2 മാസത്തിനകം തിരികെ നൽകി എന്നാണ് ആന്റണി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ രാജു ഇത് നിഷേധിക്കുന്നു. വെറും 20 ലക്ഷം രൂപ മാത്രമാണ് 10 ലക്ഷം രൂപ വീതം 2 തവണകളിലായിട്ട് തനിക്ക് നൽകിയത്. കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഈ 2 കോടി രൂപ കൈമാറിയത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ പണം കൊടുത്തതിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ കണ്ടെത്തേണ്ടി വരും, ഇവർ നൽകേണ്ടി വരും. അതുപോലെ തന്നെ പണം തിരികെ നൽകിയതിൻ്റെയും രേഖകൾ ആന്റണി നൽകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നേരത്തെ ചോദ്യത്തിന് മുമ്പ് അശ്വതി ചോദിച്ച ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് കൂടി വ്യക്തത വരേണ്ടി വരും. തെരഞ്ഞെടുപ്പിൽ ഈ പണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കണക്കിൽപ്പെടാത്ത ചെലവുകളാണ്. അങ്ങനെയെങ്കിൽ അതിനടക്കമുള്ള മറുപടിയിലേക്ക് നീങ്ങേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗം കൂടി ഇതിലേക്ക് വരുന്നു. അതായത് തന്ത്രിക്ക് ഈ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിക്ഷേപം ഉണ്ടായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ ഇതിനു മുമ്പ് വന്നിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളെ രാജു, അതായത് ഇതിൻ്റെ ഉടമ തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ കുരുക്കിലായിരിക്കുന്നത് ആന്റണിയാണ്. ആന്റണി സമ്മതിച്ചിട്ടുണ്ട് പണം വാങ്ങിയത് എന്നുള്ളത്, പക്ഷേ തിരികെ നൽകി എന്ന് പറയുന്നു. ഇതിൻ്റേതടക്കമുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നൽകേണ്ടി വരും. ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ മൊഴികൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് ED. മിഥുൻ, അപ്പം നോക്കൂ, ഒരു 0 വിട്ടുപോയെന്നേ ഉള്ളൂ. 2 കോടി വാങ്ങി 20 ലക്ഷം കൊടുത്തു.
അല്ലേ? അതെ, ഒരു പൂജ്യത്തിൻ്റെ പ്രശ്നമാണ് ഇത്. ആ പൂജ്യം എടുത്തു ആ കൊടുത്താൽ മതി. പൂജ്യം പൂജ്യമാക്കുമെന്നൊക്കെ കണ്ടറിയാം. അതെ. ആന്റോയെ മൊത്തത്തിലൊരു പൂജ്യമാക്കുമോ? കാരണം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. അത് ഒന്നാമത്തെ എന്തായാലും കാര്യം. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള രണ്ട് വാർത്തകളൊക്കെ എം പിമാരാണ് ഇപ്പോൾ ചോദ്യമുനയിലുള്ളത്. ഒരാൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ചോദ്യമുന, രണ്ടുപേരും. ആൻറ്റോ ആൻ്റണിയും ഉണ്ട്. പക്ഷേ ആൻറ്റോ ആൻ്റണിയെ നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കുമോ എന്ന് കണ്ടറിയാം. പക്ഷേ എന്തായാലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആൻറ്റോ ആൻ്റണിയെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആൻറ്റോ ആൻ്റണി ഈ സ്രോതസ്സ് വെളിപ്പെടുത്തണം.